നമസ്കാരം. ഒരു അടിപൊളി ഒപ്പനല്ലേ? എല്ലാവരും മനസ്സും ശരീരമൊക്കെ ഒന്ന് ഊർജ്ജസ്വലരായി, എല്ലാവരും വിശപ്പൊക്കെ മാറി പോയി അല്ലേ? അപ്പോൾ ഞാൻ ഡോക്ടർ ആരി, കാലിക്കറ്റിലെ ഇക്ര തണൽ പീൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും പേരുടെ മുന്നിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു അവസരം നൽകിയതിന് ആദ്യമായി സൃഷ്ടാവിനോടും തണലിനോടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? പാലിയേറ്റീവ് വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപോക്കോ. വാവ്, അടിപൊളി. പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ ആവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇത്രയേ ഉള്ളൂ? ബാക്കിയുള്ളവർക്ക് ആഗ്രഹമില്ല? അപ്പൊ എന്താണ് പാലിയേറ്റീവ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലേ ആ ആഗ്രഹം ഇച്ചിരി കുറവ്? നമുക്ക് നോക്കാം എന്താണ് പാലിയേറ്റീവ് കെയർ. അതിനെക്കുറിച്ച് ഒരു 15 മിനിറ്റിൽ വളരെ ചുരുക്കി ലളിതമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മാറാ രോഗങ്ങളാലും അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗീനെ അവരുടെ കുടുംബത്തിനെയും പരിചരിക്കുന്ന രീതി അല്ലേ, അതാണ് പാലിയേറ്റീവ് കെയർ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മരുന്ന് കൊടുക്കൽ മാത്രമാണോ? ട്യൂബ് മാറ്റലാണോ? മൂത്രത്തിൻ്റെ ട്യൂബ് മാറ്റലാണോ? വേറെന്തൊക്കെ ഉണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ, 4 തലങ്ങൾ അല്ലേ? അതായത് ഒരു രോഗി, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടപ്പിലായ ഒരാളെന്ന് ഉദ്ദേശിക്കുക. അങ്ങനെയുള്ള രോഗിക്ക് ഉണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പം പുറകിലൊരു മുറിവുണ്ടാകും, അതിൻ്റെ പരിചരണം വേണം. ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാകും, വയറ്റിൽ നിന്ന് പോയിട്ട് ശോധന കിട്ടിയിട്ട് ചിലപ്പോൾ 5 ദിവസമായിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശാരീരിക ചികിത്സ വേണം, കെയർ വേണം, വേണ്ടേ? അതോടൊപ്പം തന്നെ അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും, ഉറപ്പല്ലേ? എന്തൊക്കെയായിരിക്കും പ്രയാസങ്ങള്? കിടപ്പിലായി പോയൊരു വിഷമം, അന്ന് വരെ അല്ലെങ്കിൽ തലേന്ന് വരെ നടന്നിരുന്ന ഒരാള് പെട്ടെന്ന് അങ്ങ് കട്ടിൽ കെട്ടിയിട്ട പോലെ ആയിപ്പോയി, ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. എന്താവശ്യത്തിനും ഒരാളെ വിളിക്കണം അല്ലേ? അയാൾക്ക് ഉണ്ടാകുന്ന സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. എന്തിനാ ഞാൻ അതൊക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥ, ഞാൻ കുടുംബത്തിന് ഭാരമായി പോയല്ലോ, ഞാൻ നോക്കേണ്ട മക്കളാണല്ലോ എന്നെ നോക്കുന്നത് എന്നുള്ള അവസ്ഥകൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രയാസം, ഈ ചിന്ത കൊണ്ടുള്ള പ്രയാസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മൂന്നാമതായിട്ട് അവർക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. തലേന്ന് വരെ അങ്ങാടിയിലൊക്കെ പോയി ചെറിയ ചായയൊക്കെ കുടിച്ച് കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ ആളായിരിക്കും പിറ്റേന്ന് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടുണ്ടാവുക. അവർക്കൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല, സാമൂഹികപരമായിട്ട് ഒന്നിലും ഇടപെടാൻ പറ്റുന്നില്ല. അത് ബുദ്ധിമുട്ടല്ലേ? കോവിഡ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു വീട്ടിൽ തന്നെ ഇരുന്നാലുള്ള ബുദ്ധിമുട്ട് അല്ലേ? ഇങ്ങനെയൊക്കെ പരിപാടിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സന്തോഷം നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ? അതേപോലെ തന്നെ ആത്മീയമായിട്ട്, സ്പിരിച്വലായിട്ട് എന്തിനാ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? വിശ്വാസിയാണെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് വരെ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നൊരവസ്ഥ വരെ എത്താറുണ്ട് ചിലർ. അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരിക പ്രയാസം മുതൽ മാനസിക പ്രയാസം മുതൽ സാമൂഹിക പ്രയാസം മുതൽ ആത്മീയ പ്രയാസം വരെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു സമാധാനം, ഒരു പരിചരണം, ഒരു സാന്ത്വനം, ഒരു ആശ്വാസം, അതാണ് പാലിയേറ്റീവ് കെയർ. അങ്ങനെയാണോ? അപ്പം നമ്മളെ കാണുന്ന രോഗികൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും? കിടപ്പിലായ രോഗികൾ, അത് സ്ട്രോക്ക് കൊണ്ടാകാം, വല്ല ആക്സിഡന്റ് പറ്റിയിട്ട് കൈകൾ അരയ്ക്ക് താഴെ കീഴ്പോട്ട് തളർന്നു പോയ ആളുകളാകാം, കഴുത്തിന് താഴെ കീഴ്പോട്ട് തളർന്നു പോയ ആളുകളാകാം, കിഡ്നി വൃക്ക തകരാറ് കാരണം സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളാകാം, ക്യാൻസറിൻ്റെ സ്റ്റേജ് 4 ക്യാൻസർ, 4ാം സ്റ്റേജിലുള്ള ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികളാകാം. അങ്ങനെ പലതരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾ. ഒറ്റ കാറ്റഗറിയാണോ? അല്ല, ഒരുപാട് കാറ്റഗറിയിലുള്ള അസുഖങ്ങളുള്ള ആളുകളും അവരുടെ വീട്ടുകാർക്കുമാണ് നമ്മുടെ പരിചരണം ആവശ്യം. ഇതൊരൊറ്റ ഒരാളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. നമുക്കൊരു ടീം വേണം. ഡോക്ടർ വേണം, നേഴ്സ് വേണം, സോഷ്യൽ വർക്കർ വേണം, ചിലപ്പോൾ സൈക്കോളജിസ്റ്റ് വേണം, ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വേണം. പിന്നെ ഇതിൻ്റെ ഒക്കെ അടിത്തറയായിട്ട് ആര് വേണം? വോളണ്ടിയേഴ്സ് വേണം. വോളണ്ടിയേഴ്സ് ഇല്ലാതെ ഇവരെല്ലാവരും ഉണ്ടായിട്ട് പാലിയേറ്റീവ് കെയർ നടക്കുമോ? ഉറപ്പായിട്ട് നടക്കൂല. ഇനി ഇവരാരും ഇല്ലെങ്കിലും ഒരു നല്ല മുൻകൈ എടുത്ത് വരുന്ന ഒരു വോളണ്ടിയർ ഉണ്ടെങ്കിൽ കാര്യം നടക്കുമോ? നടക്കൂലേ? എന്താ സംശയം? വോളണ്ടിയർ ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കും. പറഞ്ഞു തരാം വഴിയെ.
നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് പാലിയേറ്റീവ് കെയർ കൊടുക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഒ പി ആയിട്ടും അഡ്മിറ്റ് ചെയ്ത് പേഷ്യൻസിന് IP ആയിട്ടും പാലിയേറ്റീവ് കെയർ കൊടുക്കാം. ഒരു ഡേ കെയർ സെറ്റപ്പിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കാം. പക്ഷെ നിങ്ങളൊക്കെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക സാധാരണ ഒരു വണ്ടിയിൽ ഒരു നഴ്സും ഡോക്ടറും അല്ലേ വോളണ്ടിയറൊക്കെ ആയിട്ട് പോകുന്ന ഒരു പാലിയേറ്റീവ് കെയർ ആയിരിക്കും. എന്താ അതിൻ്റെ പേര്? ഹോം ബേസ്ഡ് ആയിട്ട് വീടുകളിൽ ചെന്ന്. സാധാരണഗതിയിൽ ഒരു രോഗി അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു കുട്ടി ഹോസ്പിറ്റല് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ. വീടുകളിൽ പോയിട്ട് നമ്മൾ അവരെ പരിചരിക്കുകയാണ്. ഹോം ബേസ്ഡ് കെയർ. എപ്പോഴാണ് പാലിയേറ്റീവ് കെയർ തുടങ്ങുക? ഒരു രോഗിക്ക് എപ്പം മുതൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ട്? എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴാണോ? അല്ലെങ്കിൽ മരിക്കാനാകുമ്പോഴാണോ? അപ്പം മാത്രമാണോ പാലിയേറ്റീവ് കെയർ? അല്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, 4ാമത്തെ സ്റ്റേജ് 4 ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആണ്, 4ാമത്തെ സ്റ്റേജ് ആണ് എന്ന് രോഗീനെ രോഗം നിർണയിച്ച ഉടനെ തന്നെ അവർ ആദ്യം കാണുക ആരെയാണ്? ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കാണും. അവർ കീമോതെറാപ്പി ആണെങ്കിൽ അല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങും. അതോടൊപ്പം തന്നെ തുടങ്ങേണ്ട ഒരു കാര്യം കൂടിയാണ് പാലിയേറ്റീവ് കെയർ. ചില സമയത്ത് തുടക്കത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. ചിലപ്പോൾ വേദനയ്ക്കുള്ള ഗുളികൾ മാത്രം കൊടുക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷേ പയ്യെ 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 ഈ അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത്, ഒരു സമയത്ത് കഴിഞ്ഞാൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പറയും, നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോളി, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ ആരെ റോള് കൂടി? പാലിയേറ്റീവ് കെയറിൻ്റെ റോള് കൂടി. രോഗിക്ക് ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞ 4 ഏരിയകളിലുള്ള ബുദ്ധിമുട്ടുകളും കെയർ ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാലിയേറ്റീവ് കെയർ ടീമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നവരും രോഗിയുടെ അവസ്ഥ മോശമായെന്ന് കൂട്ടുക. രോഗി മരണത്തോട് അനുബന്ധിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മരണം എളുപ്പമാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? പാലിയേറ്റീവ് കെയറിലെ സ്റ്റാഫുകൾക്കും വോളണ്ടിയേഴ്സിനും ഉണ്ട്. വോളണ്ടിയേഴ്സിന് എന്തായിരിക്കും കാര്യം? കൂടെയുള്ള കുടുംബക്കാർക്ക് ഒരു സമാധാനമായിട്ട് അല്ലേ അവരെ കൂടെ നിന്ന് കൊടുക്കുക. മരണത്തോടെ പാലിയേറ്റീവ് കെയർ കഴിഞ്ഞോ? രോഗി മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ പാലിയേറ്റീവ് കെയർ കഴിഞ്ഞോ? ഇല്ല. ആ രോഗിയുടെ കൂടെ നിന്ന ആളുകൾ, വീട്ടുകാരുണ്ട്. അവർ മാനസിക പ്രയാസത്തിലൂടെ പോകുന്നത്. തൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ മരിച്ചു പോയത്. അവർക്കൊരു താങ്ങായിട്ട് പാലിയേറ്റീവ് കെയർ ടീം വേണം. അപ്പം ഇത്രയും ഏരിയയിൽ, ഇപ്പം കളർ പറയുകയാണെങ്കിൽ പിങ്കും ബ്ലൂവും റെഡും ഇത്രയും ഏരിയയിലായിക്കൊണ്ട് തന്നെ നമ്മളൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇക്രാതണൽ പാലിയേറ്റീവിൻ്റെ ഒരു ഘടന വളരെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഹോസ്പിറ്റലിലും OP ആയിട്ടും IP ആയിട്ടും രോഗികളെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോം ബേസ്ഡ് വീടുകളിൽ ചെന്നിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഹോം ബേസ്ഡ് കെയർ എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു പഞ്ചായത്തിലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയയിലായിട്ടായിരിക്കും നടക്കുക അല്ലേ. നമ്മളാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗികളിൽ എത്ര പേർക്ക് പാലിയേറ്റീവ് കെയർ കിട്ടുന്നുണ്ടെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. 1 മുതൽ 2% ആളുകൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. ബാക്കി 98% ആളുകൾക്കും അത് ലഭിക്കുന്നില്ല, പാലിയേറ്റീവ് കെയർ ലഭിക്കുന്നില്ല. സങ്കടമുള്ള കാര്യമല്ലേ ഇത്? കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാലോ നമ്മളൊക്കെ വളരെയധികം അനുഗ്രഹീതരായ ആളുകളാണ്. 1-2% എന്നുള്ളത് കേരളത്തിലേക്ക് എത്തുമ്പോൾ 70%. അത്ര കണ്ട് കൂടി. എന്തായിരിക്കും കാരണം? ഹോം ബേസ്ഡ് കെയർ അല്ലേ. സമൂഹം, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഇറങ്ങി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇന്നത്തെ പാലിയേറ്റീവ് കെയർ. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയതിൽ അഭിമാനാണോ? ഉറങ്ങിപ്പോയി എല്ലാവരും? അഭിമാനല്ലേ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ പഞ്ചായത്തിലും ഏകദേശം 200 മുതൽ 250 പാലിയേറ്റീവ് കെയർ രോഗികളുടെ ആവശ്യം ഉണ്ട്. അവർക്ക് അതിന് സേവനം ആവശ്യമാണ്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കേരള മോഡൽ പാലിയേറ്റീവ് കെയർ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു മോഡലാണ്. 70% കവറേജ് നമുക്കുണ്ട്. 70 മതിയോ? 30 കൂടെ കുറവില്ലേ? 100 ആക്കണ്ടേ നമുക്ക്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഏരിയയിൽ നേരത്തെ പലതവണ പല സ്പീക്കേഴ്സും ഇദ്രീസ് സാറും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ പോയി നോക്കുക. നമ്മളെ ചുറ്റുവട്ടത്തായിട്ടൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നല്ല രീതിയിലാണെങ്കിൽ അതിനൊന്നും കൂടെ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിലല്ലെങ്കിൽ അതിനെ ഉഷാറാക്കുക. ഇനി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തന്നെ ഇല്ലെങ്കിൽ ഒന്ന് തുടങ്ങുക. ഒന്നുമില്ല, നിങ്ങൾ വോളണ്ടിയറും അല്ല, ഒന്നും അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു വോളണ്ടിയർ ആവുക. അതല്ലേ ചെയ്യേണ്ടത്?
ഇനി ഇപ്പം ഞാൻ കുറേ നേരമായി പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും വോളണ്ടിയർ ആവുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. എന്താ ഈ വോളണ്ടിയർ ചെയ്യുന്നത്? നമുക്കത് ഞാൻ 2-3 ഉദാഹരണത്തിലൂടെ പറയാം. അതായത് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും, കിടപ്പിലായ രോഗികൾക്ക് ഉണ്ടാവുന്ന അവസ്ഥ. അവർക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാകും, പ്രയാസങ്ങൾ, ആരോട് സംസാരിക്കാനില്ല. ഇനിയിപ്പോൾ ആളുകൾ ചിലപ്പം കുടുംബക്കാരൊക്കെ കാണാൻ വരുന്നുണ്ടാകും, ഒരു സങ്കടത്തിലൊക്കെ ആയിരിക്കും അവരെ നോക്കുക, അല്ലേ? അങ്ങനെയൊന്നും അല്ലാണ്ട് നല്ല രീതിയിൽ അവർക്ക് മനസ്സ് തുറന്ന് അവരെ കേട്ടിരിക്കാൻ ചിലപ്പോൾ ആളുകളെ വേണ്ടി വരും. അങ്ങനെയുള്ള ഒരാളായി നിങ്ങൾക്ക് മാറാൻ പറ്റൂലേ? ചിലവുണ്ടോ? നമ്മളെ കുറച്ച് സമയം മാറ്റി വെക്കണം, അല്ലേ? അതല്ലെങ്കിൽ ചിലപ്പം ചില രോഗികൾക്ക്, ചില വീട്ടുകാർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകും. ചിലർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ചിലർ മരുന്നിന് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ചിലർ ഹോസ്പിറ്റലിൽ ചിലപ്പം കാണിക്കാൻ പോകാനുള്ള യാത്ര വണ്ടിക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. പല രീതിയിലായിരിക്കും, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബെറീമെന്റ് കെയർ എന്ന് പറയും, കൂടെയുള്ള വീട്ടുകാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അവിടെ നിങ്ങളെ പങ്ക് വലുതല്ലേ? പല രീതിയിൽ ഒരു പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനത്തിന്റെ പല ലെവലുകളിലായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയറിന് ഫണ്ട് റേസിങ്ങിന്, അല്ലേ, സാമ്പത്തിക ഭദ്രത വരുത്താനായിട്ട് പല പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതിന് തടസ്സങ്ങളില്ല, നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ. ഞാൻ അതിനെ കുറച്ച് പാലിയേറ്റീവ് കെയറിലെ ഒരു വോളണ്ടിയർ അവരുടെ ഒരു ഇടപെടൽ മൂലം ഉണ്ടായ 2-3 എക്സാമ്പിൾസ് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? ഒരു 17 വയസ്സുള്ളൊരു കുട്ടി അടുത്ത് അഡ്മിറ്റായി. അവൾ +2 പഠിക്കുകയാണ്. ചെറിയ വയസ്സ് മുതലേ ഒരു അസുഖമുണ്ട്. നല്ല മിടുക്കി കുട്ടിയാണ്, നന്നായി പഠിക്കും, നല്ലൊരു സുന്ദരി മോളാണ്. അവൾ നന്നായി കഥ എഴുതും, ചിത്രം വരയ്ക്കും, ആർട്സ് ക്രാഫ്റ്റ് അങ്ങനത്തെ ഏരിയയിലൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. ഈ ചെറിയ ജന്മനാളുള്ള അസുഖം കാരണം 2 കാലുകൾക്കും ചെറിയ വൈകല്യമുണ്ട്. അതുകൊണ്ട് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്. ഒറ്റ മോളാണ്, അച്ഛനമ്മയ്ക്കും. അമ്മ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. സാമ്പത്തികമായിട്ട് നല്ല പരാധീനതകളുള്ള കുടുംബത്തിനാണ് കുട്ടി വരുന്നത്. അപ്പം ഈ കാലിൻ്റെ പ്രയാസത്തിന് അവളൊരു സർജറി കാര്യങ്ങളൊക്കെ ചെയ്തു. സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വോളണ്ടിയർ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ പോയി നോക്കി, എന്താണ് അവസ്ഥ എന്നുള്ളത്. പോയ സമയത്ത് കണ്ടത് അമ്മയും മോളും ഇരുന്ന് കരയാണ്. 2 പേരും ഇരുന്ന് കരയാണ്. കാര്യം ചോദിച്ചപ്പം മകള് പറഞ്ഞത് ഇത്രയേറെ പ്രയാസപ്പെട്ട് സർജറി ചെയ്ത് ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു 6 ആഴ്ച അടുപ്പിച്ച് ഫിസിയോതെറാപ്പി ചെയ്യണം. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വെക്കാനോ ഒരു റീഹാബ് സെൻ്ററിൽ പോകാനോ ഉള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മ സ്വകാര്യമായിട്ട് വോളണ്ടിയറോട് പറഞ്ഞു, അവൾ കഴിഞ്ഞ ദിവസം എന്നോട് ആത്മഹത്യയെക്കുറിച്ച് വരെ പറഞ്ഞു തുടങ്ങി. എന്താ ഞാൻ ചെയ്യുക, മരിക്കണം തന്നെ പറയണത്, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മയും കരയാം. 2 പേരും കരച്ചിലും. വോളണ്ടിയർ ഈ ഒരു കേസും ഈ ഒരു കുട്ടിയുടെ കാര്യം നമ്മളോട് കണക്ട് ചെയ്തു. കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു ഫിസിയാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ ഫിസിയോതെറാപ്പി സെഷൻസ് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. കൂട്ടത്തിൽ സോഷ്യൽ വർക്ക് ഇൻവോൾവ് ചെയ്തു, സൈക്കോളജിസ്റ്റ് ഇൻവോൾവ് ചെയ്തു. അവൾക്ക് മാനസികമായിട്ട് അവളൊന്ന് ഫ്രീ ആവാൻ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അവളെ +2 പഠിക്കുകയാണ്, എക്സാം മാർച്ചിലാണ് വരുന്നത്. അവൾക്കൊരു പഠിക്കാൻ ആവശ്യമായ ഒരു ആപ്പ് കാര്യങ്ങൾ അവളെ ലാപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവൾ കുറച്ച് ഫ്രീ ആയി മാനസികപരമായിട്ട്. രണ്ടാമത്തെ അവളെ കാലിൻ്റെ എക്സസൈസ് ഫിസിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൾക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. എനിക്ക് നടക്കാൻ പറ്റും. അത്രയും നാൾ അവൾ വിചാരിച്ചിരുന്നത് അവൾക്ക് നടക്കാൻ പറ്റൂല, അവൾ വീട്ടിലായി, കിടപ്പിലായി, എനിക്ക് പുറം ലോകം കാണാൻ പറ്റില്ല, അമ്മയും അച്ഛനും സാധുക്കളാണ്, എന്നെ ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ല എന്നുള്ളത്. അവിടെ നിന്ന് മാറി ഒരു നന്മയുള്ളൊരു സമൂഹമുണ്ട്, അവർ കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും തോന്നി. കുറച്ച് ദിവസത്തെ അഡ്മിറ്റായി കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി പോകുന്ന സമയത്ത് അവൾ ഉണ്ടാക്കി തന്ന പൂക്കളാണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ ഒരു കുട്ടി സമാധാനവും സന്തോഷമുള്ള സമയത്ത് അപ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിഷമിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാക്കാൻ തോന്നുമോ? അങ്ങനെ പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ അത്രയും മാറ്റം ആ കുട്ടിക്ക് എല്ലാ തലങ്ങളിലും കിട്ടി. ആരാണ് കാരണം? ഡോക്ടറാണോ? ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ? സൈക്കോളജിസ്റ്റ് ആണോ? ആരാ കാരണം? വോളണ്ടിയേഴ്സ്. അത്ര കണ്ടുണ്ട് ഒരു വോളണ്ടിയറിന്റെ ഇൻവോൾവ്മെന്റ്. അപ്പോൾ വോളണ്ടിയർ എന്ന് പറയുന്നത് പാലിയേറ്റീവിന്റെ നെടുന്തൂണാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചില സമയത്ത്
വോളണ്ടിയേഴ്സ് രോഗീൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായില്ല, ആ കുടുംബത്തിൻ്റെ താളം തന്നെ ഒന്ന് തെറ്റായി കിടക്കുന്ന കുടുംബത്തിൻ്റെ താളം തന്നെ ശരിയാക്കാനും അവരെ കൊണ്ട് പറ്റും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കിടപ്പിലായൊരു അമ്മ, ട്യൂബുണ്ട്, സ്ട്രോക്ക് വന്നതാണ്, മൂക്കിൽ ട്യൂബുണ്ട്, മൂത്രത്തിന് ട്യൂബുണ്ട്. നമ്മൾ കാണാൻ ചെല്ലുന്നത് അവരുടെ മകളാണ്, അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. മകളുടെ ഭർത്താവിലാണ് ഈ അമ്മ കിടപ്പുള്ളത്. മകളും മകളുടെ ടീനേജ് പ്രായമുള്ള മകനും ഈ അമ്മയും ഒരു റൂമിലാണ്. അമ്മ കിടക്കുന്നത് നിലത്താണ്, കട്ടുമ്മല കിടത്താറില്ല. കാര്യം മകൾക്കൊരു ജോലിയുണ്ട്, മകൾ ജോലിക്ക് പോകും. അമ്മ പലതവണ കട്ടുമെന്ന് വീണു, അതുകൊണ്ട് ഇനി വീഴാതിരിക്കാൻ നിലത്താണ് കിടത്തിയത്. ഈ ജോലി സമയത്ത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇടവിട്ട് മകൾ വീട്ടിൽ വരും, ഭക്ഷണം ട്യൂബിലൂടെ കൊടുക്കും, തിരിച്ചു പോകും. അങ്ങനെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് രോഗിയും രോഗിയുടെ മകളും ഉള്ളത്, അല്ലേ? നമ്മൾ വോളണ്ടിയറിനെ വിളിച്ചു, ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട്, നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അവർ അന്വേഷിച്ച സമയത്ത് ഇവർക്കൊരു മകനും കൂടെ ഉണ്ട്. നമ്മളല്ല, വോളണ്ടിയർ തന്നെ മകനെ കോണ്ടാക്ട് ചെയ്തു. മകനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയത്. കുറച്ച് മാസങ്ങൾ മുന്നേ വരെ മകൻ്റെ വീട്ടിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. മകൻ സാമ്പത്തികമായിട്ട് നല്ല ഉഷാറിലുള്ള അവസ്ഥയിലുള്ള ഒരാളാണ്. പക്ഷേ മകനോടുള്ള, അതായത് സഹോദരനോടുള്ള എന്തോ ഒരു പ്രയാസത്തിന്റെ പേരിൽ ഈ മകള് വാശി പിടിച്ച് അമ്മനെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതാണ്. സഹോദരനോട് തെറ്റിയിരിക്കുകയാണ്. എത്രയൊക്കെ ഈ ജ്യേഷ്ഠൻ ശ്രമിച്ചിട്ടും അമ്മനെ വിട്ടുകൊടുക്കുന്നില്ല. ആ മകൾക്കൊരു വാശി, ഞാൻ തന്നെ നോക്കും എന്നുള്ളത്. അങ്ങനെ വോളണ്ടിയറിനെ മുൻകൈ എടുത്ത് നമ്മളൊരു മീറ്റിംഗ് കൂടി, മാനേജറും നമ്മളെല്ലാവരും കൂടി ഇവരെ 2 പേരെ വിളിപ്പിച്ചു. മകളെ വിളിപ്പിച്ചു, മകനെ വിളിപ്പിച്ചു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം സമയം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്തു. ആ മകള് അല്ലെങ്കിൽ ആ സഹോദരി സ്വന്തം ജ്യേഷ്ഠനെ ചേട്ടന് പോലും വിളിക്കുന്നില്ല, അത്ര ദേഷ്യത്തിലാണ് അവർ. അയാളെന്നാ പറയുന്നത് തന്നെ. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളത് പറഞ്ഞ് ഒരു വിധം പരുവപ്പെടുത്തി എടുത്തതിന് ശേഷം അവർ സമ്മതിച്ചു. ഓക്കെ, ശരി, എന്നാൽ ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ, കുറച്ചും കൂടെ നല്ല രീതിയിൽ കെയർ അവിടെ നിന്നാണല്ലോ കിട്ടുന്നത്, ഇവിടെ നിലത്തല്ലേ കിടക്കുന്നത്. പക്ഷെ ഞാൻ പോകില്ല ചേട്ടൻ്റെ വീട്ടിലേക്ക്, ചേട്ടൻ തന്നെ ഫുൾ ടൈം നോക്കിക്കോട്ടെ. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, നിങ്ങളെയും കൂടെ അമ്മയാണ്, നിങ്ങളെന്നും കെയർ ചെയ്യണം. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും പോകാമെന്ന് ഏറ്റുകൊണ്ട് നമ്മൾ അമ്മേനെ ചേട്ടൻ്റെ വീട്ടിലാക്കി. കുറച്ച് മാസങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞതിന് ശേഷം അമ്മ മരണപ്പെട്ടു. അതിനുശേഷം ഇതിനൊക്കെ മുൻകൈ എടുത്ത വോളണ്ടിയർക്ക് ആ ചേട്ടൻ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. അതിലിങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് എൻ്റെ അമ്മയെ മാത്രമല്ല തിരിച്ചു തന്നത്, വിട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ പെങ്ങളെ കൂടെ നിങ്ങൾ എനിക്ക് തന്നു, അതിനൊരുപാട് നന്ദിയുണ്ട്. അല്ലേ? അപ്പൊ ഒരു വോളണ്ടിയർ എന്താ ചെയ്തത്? ഒരു രോഗിയെ പരിചരിച്ച മാത്രമാണോ? അല്ല, പൊട്ടിപ്പോയിന്ന് വിചാരിച്ച്, തെറ്റിപ്പോയിന്ന് നമ്മൾ വിചാരിച്ച് ആ ഒരു കുടുംബത്തിന്റെ താളം തന്നെ തിരിച്ചു കൊടുത്തു. ഇതൊക്കെ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരാളാണ് ചെയ്യുന്നത്, അല്ലേ? പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കെയർ ഗിവർ സ്ട്രെസ്. ഈ രോഗീനെ നോക്കുന്ന, കിടപ്പിലായ രോഗീനെ നോക്കുന്ന ആളുകൾ, നമ്മൾ കേരളത്തിലൊരു പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കിടപ്പിലായ രോഗീനെ നോക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. ഒന്നെങ്കിൽ ഭാര്യ, അമ്മ, മകൾ, മരുമകൾ, സഹോദരി, അങ്ങനെ ആരെങ്കിലും സ്ത്രീകളായിരിക്കും. അവർക്ക് വീട് നോക്കണം, അവരുടെ കുടുംബം നോക്കണം, കൂട്ടത്തിൽ ഈ കിടപ്പിലായ ഒരാളെയും കൂടെ നോക്കണം. ഇവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഭയങ്കരമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞങ്ങളൊരു പേഷ്യന്റിന്റെ മകള്, അവർക്കൊരൊറ്റ മകളേ ഉള്ളൂ, ആ കുട്ടി തന്നെയാണ് അമ്മനെ ടേക്ക് കെയർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഇപ്പോഴായവരെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മ പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. എനിക്ക് പറ്റണില്ല, ഇതെനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. സ്നേഹമില്ലാഞ്ഞിട്ടാണോ, ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? കെയർ ഗിവർ സ്ട്രെസ്, അതായത് കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്കുണ്ടാകുന്ന സ്ട്രെസ്, അത് കുറയ്ക്കാനും വോളണ്ടിയേഴ്സിന് വലിയൊരു പങ്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കിടപ്പിലായൊരു രോഗി ഉണ്ടായിരുന്നു. അവരുടെ ഭാര്യ ഒരു ടീച്ചറാണ്, ഒരു മകളുള്ളത്. സ്ട്രോക്ക് വന്നതല്ല, ആക്സിഡൻറ്റ് പറ്റി, ഇത് ബ്രെയിൻ ഇഞ്ചുറി പറ്റി. ട്രക്കിയോസ്റ്റമി, കഴുത്തിന് ട്യൂബുണ്ട്, മൂക്കിന് ട്യൂബുണ്ട്, മൂത്രത്തിന് ട്യൂബുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ ഈ അപകടം പറ്റിയ 1 വർഷത്തിന് ശേഷം ഈ ഭാര്യ വളരെ നല്ല രീതിയിൽ ആ ഹസ്ബൻഡ് ടേക്ക് കെയർ ചെയ്യുന്നത്, നല്ല രീതിയിൽ സംസാരിക്കും. ഹസ്ബൻഡ് ജസ്റ്റ് കണ്ടിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും, വേറെ ഒന്നും ചെയ്യില്ല, വേറെ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. പക്ഷേ ഭാര്യ അങ്ങനെയൊന്നുമല്ല, നോർമൽ ആളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഹസ്ബൻഡോട് സംസാരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതൊക്കെ. പലതവണ മോശമായി തുടങ്ങി ഹസ്ബൻഡിന്റെ കണ്ടീഷൻ. ഞാൻ അവരോട് പറഞ്ഞു തുടങ്ങിയപ്പോഴൊക്കെ ഭാര്യ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരിക്കൽ പോലും കരഞ്ഞിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ശക്തി എന്താണ്, ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എന്താണ്? അവർ പറഞ്ഞു, എനിക്ക് 2 കാരണങ്ങളാണ്. ഒന്ന് എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവവിശ്വാസം. രണ്ടാമത്തേത്
ഞാൻ ടീച്ചറായിരുന്നല്ലോ. ഞാൻ ഒരു മാസത്തിലൊരിക്കൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ടീച്ചറുണ്ട്, ഞാൻ അവളെ വീട്ടിലേക്ക് പോകും. അവൾ അന്ന് ഒരു 2-3 മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വെക്കും. എനിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരും, കുറച്ച് നേരം സംസാരിക്കും, ചിലപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോകും. ഈ 2-3 മണിക്കൂർ എൻ്റെ സഹോദരൻ്റെ ഭാര്യ എൻ്റെ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യും. ഈ 2-3 മണിക്കൂറിലാണ് അത്രയും നാളത്തെ എൻ്റെ സ്ട്രെസ്സ് ഞാനൊന്ന് റിലീവ് ചെയ്യുന്നത്. ഈ 2-3 മണിക്കൂറാണ് എനിക്ക് കുറച്ച് നാൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം നൽകുന്നത്. കൊടുക്കാൻ പറ്റൂലേ നമുക്ക് 2-3 മണിക്കൂർ? ഇല്ലേ? നമ്മളെ നാട്ടിലുള്ള, നമ്മളെ വീട്ടിലുള്ള, നമ്മളെ കുടുംബത്തിലുള്ള അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം, 2-3 മണിക്കൂർ, ഇനി 1/2 മണിക്കൂർ നീ ഒന്ന് ഫ്രഷ് ആയിക്കോ, നീ ഒന്ന് റിലാക്സ്ഡ് ആയിക്കോ, നീ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞുകൂടെ നമുക്കിത് വെറും 2 മണിക്കൂറാണ്, പക്ഷെ അവർക്കത് വലിയൊരു റിലാക്സേഷനാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ബിറേവ്മെന്റ് കെയറിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു വോളണ്ടിയറിന്റെ ഇടപെടൽ മൂലം ഉണ്ടായ ഒരു കാര്യം പറയാനാണ്. നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ആക്സിഡന്റ് പറ്റി ഒരു കാലിൻ്റെ താഴോട്ടേക്ക് മുറിച്ച് കളഞ്ഞു. വളരെ യങ്ങാണ്, 29 വയസ്സേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുറിവ് ഡ്രസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി തുടങ്ങി. പിന്നെ അതിന് വെപ്പ് കാലമൊക്കെ വെച്ചു. അവരെ വിട്ടു. പിന്നെ അവർ പഴയ ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ ലവ് മാരേജ് ആയിരുന്നു. ഭാര്യ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്, MBA ഗ്രാജുവേറ്റ് ഒക്കെയാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെ വോളണ്ടിയർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, അതെ ആ പേഷ്യൻ്റ് ഉണ്ടല്ലോ അവർ മരണപ്പെട്ടു. ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം അവർ മരിക്കേണ്ട ഒരാളല്ല, നോർമൽ ലൈഫിലേക്ക് വന്ന ഒരാളാണ്, അയാൾ മരണപ്പെട്ടു എന്നുള്ളത്. നോക്കുമ്പോൾ ആക്സിഡൻ്റ് ആണ്. നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് ആ ഭാര്യനെ കാണാൻ പോയി. ഭാര്യ ഇതുകൂടെ പറഞ്ഞു, വളരെ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ അവളെ എന്തായാലും പോയി കാണണം, പോയിട്ട് തന്നെ കാണണം, ഡോക്ടറെ പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയപ്പോഴാണ് നമുക്ക് ആ അവസ്ഥ മനസ്സിലായത്. ഈ ഭാര്യ 2ാമത് ഗർഭിണിയായി. ആ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയ അന്നാണ് അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനും നിങ്ങളൊക്കെ സ്ത്രീകളാണ്. ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടാകും? അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴോ? അങ്ങനെ നമുക്ക് മനസ്സിലായി അവർ സ്റ്റേബിൾ അല്ല, അവർ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയാണ് എന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്നു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അവരുടെ ഉപ്പാനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മെഡിക്കേഷൻ കഴിക്കേണ്ട ആവശ്യകത ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം കൗൺസിലിങ് കാര്യങ്ങൾ, ഓൺലൈൻ കൺസൾട്ടേഷൻ, പല രീതിയിലായിട്ട് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചു. ഇന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, 2 കുട്ടികളെ നോക്കുന്നുണ്ട്. ഈ ഒരു വോളണ്ടിയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ. നമ്മൾ അറിയ പോലും ഇല്ല, ഇങ്ങനെ മരണപ്പെട്ട പോലും നമ്മൾ അറിയില്ല. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും അറിയാം? പത്രത്തിൽ ഒരു കോളായിട്ട് വരുമ്പം അല്ലേ? അവർ ഡിപ്രഷനിലൂടെ പോയി ഒരു മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ പത്രത്തിൽ ഒരു കോളായിട്ട് മാത്രമേ നമ്മൾ അറിയുള്ളൂ. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും വോളണ്ടിയേഴ്സിന് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് എന്നുള്ളതൊരു പാലാണ്. പേഷ്യൻസും ഹെൽത്ത് കെയർ ടീം അല്ലെങ്കിൽ ഡോക്ടറും നേഴ്സും അടങ്ങുന്ന ആ ഒരു ടീമിൻ്റെ ഇടയിലുള്ളൊരു പാലാണ്. നിങ്ങളെ സ്ഥലത്ത്, നിങ്ങളെ ലൊക്കാലിറ്റിയിലുള്ള ആവശ്യമുള്ള രോഗികളെ പാലിയേറ്റീവ് കെയർ ടീമുമായിട്ട് ബന്ധിപ്പിക്കുകയും ചിലപ്പം പാലിയേറ്റീവ് കെയർ ടീമിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ രോഗിയുടെ വീട്ടിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് വോളണ്ടിയേഴ്സ്. അപ്പോൾ നമുക്ക് പാലിയേറ്റീവ് കെയറിനെ ഒരു വൃക്ഷത്തിനോട് ഉപമിക്കാം. അതിൻ്റെ ചില്ലകളും അതിൻ്റെ ഇലകളും ഒക്കെ രോഗികളാണെങ്കിൽ, അതിൻ്റെ തൂണ് ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ, അതിൻ്റെ വേരുകൾ ആരാണ്? ഉറങ്ങിയോ എല്ലാവരും? വേരുകൾ ആരാണ്? വോളണ്ടിയേഴ്സ് ആണ്. ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ ഒരു ചെടി വലിയൊരു വൃക്ഷമായിട്ട് മാറുള്ളൂ. അങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ഒരു വേരുകളാവട്ടെ നിങ്ങൾ ഓരോരുത്തരെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.